കുരുമുളക് കർഷകർക്ക് പ്രതീക്ഷ നൽകി ഡോക്ടർ ഭക്തി പി ജോസഫിന്റെ കണ്ടുപിടുത്തം. കുട്ടനാട് മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടായാലും ഡോക്ടർ ഭക്തി പി ജോസഫ് കണ്ടുപിടിച്ച കുരുമുളക് നശിച്ചു പോകില്ല. പ്രളയം വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇനിയും മുതൽ കുരുമുളക് കർഷകർ ഭയക്കേണ്ട. വെള്ളം കെട്ടി നിന്നാൽ പോലും നശിച്ചു പോകുന്ന കുരുമുളക് ഇനിയും മുതൽ വെള്ളത്തിൽ നിന്നാലും നശിക്കില്ല. അങ്ങനെയുള്ള ഒരിനം കുരുമുളക് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഹോമിയോ ഡോക്ടറായ മല്ലപ്പള്ളി പെരിഞ്ചേരി മണ്ണിൽ ഡോക്ടർ ഭക്തി പി ജോസഫ്. കാട്ട് തൃപ്പലിയിൽ മുന്തിയ ഇനം കുരുമുളക് ബഡ് ചെയ്താണ് കുരുമുളക് കർഷകർക്ക് അദ്ദേഹം ഒരു അത്താണിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഡോക്ടർ ഭക്തി കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കുരുമുളക് കർഷകർക്ക് ഒരു താങ്ങും തണലുമാകാനുള്ള പരീക്ഷണത്തിലായിരുന്നു. ആ പരീക്ഷണം വിജയം കണ്ട സന്തോഷത്തിലാണ് ആനിക്കാട് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് കൂടിയായ ഡോക്ടർ ഭക്തി പി ജോസഫ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യ മേഖലയിലെ കൈപുണ്യം പോലെയാണ് കാർഷിക മേഖലയിലെ കൈകരുത്തും. 2018 പ്രളയത്തിൽ തന്റെ സുഹൃത്തായ മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്കത്തുശ്ശേരിയുടെ ഉൾപ്പെടെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കുരുമുളക് കർഷകരുടെ കൃഷി നശിച്ച വിവരം അറിഞ്ഞ സമയം മുതൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ പരീക്ഷണമാണ് ഡോക്ടർ ഭക്തി ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. തിപ്പല് മുറിച്ച് നമ്മൾ വെള്ളത്തിൽ മാത്രം വെച്ചിരിക്കുകയാണ്, മണ്ണില്ലാതെ. ഇതേലെ കുരുമുളക്, ഏറ്റവും നല്ല കുരുമുളകിൻ്റെ തൈകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതിന്ന് ബഡ് ചെയ്യും. ഒരു 30 ദിവസം കഴിയുമ്പം തൊട്ട് ഇത് വളരാൻ തുടങ്ങും. വെള്ളം മാത്രം മതി. വെള്ളമുള്ളിടത്തേക്ക് വേണ്ടി, വെള്ളമുള്ള കർഷകർക്ക് വേണ്ടി, വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഷ്ടപ്പെടുന്ന കർഷകർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു പ്രയത്നമാണിത്. സക്സസ് ആയത് 100% സക്സസ്. ഇതല്ലേ, വെള്ളത്തിനകത്താണ്. എത്ര വെള്ളപ്പൊക്കം വന്നോട്ട് കുരുമുളക് കർഷകന് ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് പത്തനംതിട്ട, തിരുവല്ല, അടൂര്, പന്തം ഒക്കെയുള്ള ആലപ്പുഴ സൈഡിലുള്ള കർഷകർക്ക് വേണ്ടി ഭയങ്കരമായ ഒരു പരിപാടിയായിട്ട് നമ്മളിത് കൊണ്ടുവരികയാണ്. വിജയകരമാണ് 100%. ഇപ്പോൾ തൃപ്പലിയിൽ ബഡ് ചെയ്ത കുരുമുളക് ഇദ്ദേഹത്തിന്റെ മുറ്റത്ത് കായ്ച്ചു കിടപ്പുണ്ട്. ഇനിയും ഇത് കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർക്ക് നൽകണമെന്ന ആഗ്രഹമാണ് ഡോക്ടർ ഭക്തി പി ജോസഫിനുള്ളത്. തന്റെ പ്രയത്നത്താൽ വിജയം കണ്ട തൃപ്പലിയിൽ ബഡ് ചെയ്ത് ഫലമായ കുരുമുളക് മല്ലപ്പള്ളി CI വിപിൻ ഗോപിനാഥ്, വ്യാപാര വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി ആൻഡിച്ചൻ ബോണാറോബ, തിരുമാലയുടെ ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് S മനോജ്, ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തുശ്ശേരി, സ്റ്റാർ ജിം മാനേജിംഗ് ഡയറക്ടർ ലിജു മല്ലപ്പള്ളി എന്നിവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞിടെ മാലിന്യം കൂടിക്കിടന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന റോഡ് ശുചീകരിച്ച് പ്രഭാത സഞ്ചാരികളുടെ പറുദീസയാക്കി നൽകി ഡോക്ടർ ഭക്തി പി ജോസഫ് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇതുകൂടാതെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് ബഡ് ചെയ്ത് വീട്ടുമുറ്റത്ത് പരിപാലിച്ച് ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. ഒരു വർഷം കൊണ്ട് കായ്ച്ച പ്ലാവാണ്. നമ്മൾ പ്ലാവ് വെച്ച് ഒരുപാട് വലിയ മരമാക്കി ഒന്നും മെനക്കേണ്ട കാര്യമില്ല. ഈ ഇത്തരം പ്ലാവുകൾ നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ കൊടുത്തു. ഒറ്റ വർഷം കഴിയുമ്പോൾ ചക്ക ഉണ്ടാകുക. നമ്മുടെ ആവശ്യത്തിന്, വീട്ടാവശ്യത്തിന് കൈകൊണ്ട് പറിക്കുക. ഇത് കണ്ടില്ലേ, ഈ പൊക്കത്തിലേ ഉണ്ടാകുന്നുള്ളൂ. കൈകൊണ്ട് പറിച്ചെടുക്കാം. നമ്മുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാത്തതാണ് നമ്മുടെ വിഷയം. കൃഷിയെക്കുറിച്ച് അറിയാവുന്ന ഓരോരുത്തരും ഗവേഷണം നടത്തുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഒരു പ്ലാവ് നട്ട് 10 വർഷം, അല്ലെങ്കിൽ തെങ്ങ് നട്ട് 10 വർഷം കഴിഞ്ഞത് കായ്ച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മറ്റ് പുറം രാജ്യങ്ങളിൽ പോകുന്നവരാ പറഞ്ഞു തരണം. എൻ്റെ സുഹൃത്തുക്കൾ വിദേശത്ത് പോകുന്നവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന പ്ലാവിൻ്റെ തൈ കൊണ്ടുവരിക, ഇന്ന മാവിൻ്റെ തൈ കൊണ്ടുത്തരാം. അങ്ങനെ അവർ കൊണ്ടുത്തരുന്നത്. അതുപോലെ നമ്മുടെ ആളുകൾ വിദേശത്ത് പോകുന്നവർ ഇതൊക്കെ നോക്കണം. സിംഗപ്പൂരിലും അതുപോലെ തന്നെ ഹോങ്കോങ്ങിലും ഒക്കെ ഒരുപാട് കൃഷി നമ്മുടെ രീതിയല്ല, അതിലേക്ക് നമ്മൾ വരണം. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലൂടെയും സമൂഹത്തിന് മാറ്റം സൃഷ്ടിച്ച് മുന്നേറുന്ന ഡോക്ടർ ഭക്തി പി ജോസഫ് മറ്റു ചില പരീക്ഷണങ്ങളും ഇതോടൊപ്പം നടത്തി വരികയുമാണ്.